സംസ്ഥാനത്ത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തെന്ന് CAG റിപ്പോർട്ട്. 2016 മുതൽ സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്ത മരുന്നുകൾ കാലഹരണപ്പെട്ടതെന്ന് CAG കണ്ടെത്തൽ. രാസഘടനയിൽ മാറ്റം വരുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നത് രോഗികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന് CAG റിപ്പോർട്ടിൽ. ഇവരുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, പ്രധാനമായും എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്? കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ ഇത്തരത്തിൽ മരുന്നുകളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കാലഹരണപ്പെട്ട മരുന്നുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജനജീവി നൽകിയ വാർത്തകൾ അത് ശരിവയ്ക്കുകയും അത് കഴിഞ്ഞ കുറെ കാലമായി ഏതാണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽക്കുള്ളതാണ് ഈ സംഭവം എന്നുള്ളത് കൂടി വ്യക്തമാക്കുന്നതാണ് ഈ 2016-17 കാലം മുതൽ 2021-22 വരെയുള്ള കാലത്തെ CAG റിപ്പോർട്ടിന്റെ കണക്കുകൾ തെളിയിക്കുന്നത്. ഈ കണക്കുകൾ പ്രകാരം ആശുപത്രികളിൽ വിതരണം ചെയ്തവയിൽ പലതും കാലഹരണപ്പെട്ട മരുന്നുകളാണ് എന്നുള്ളതാണ് CAG പറയുന്നത്. 26 ആശുപത്രികളിൽ ഈ രീതിയിൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്തു. ഏതാണ്ട് 60 തവണ ഇത്തരത്തിൽ മരുന്നുകൾ എത്തി എന്നുള്ളതാണ് പറയുന്നത്. 148 ആശുപത്രികളിൽ നിർത്തലാക്കിയ മരുന്നുകൾ വിതരണം ചെയ്ത സാഹചര്യമുണ്ടായി. മരുന്നുകൾ ഇത്തരത്തിൽ വ്യാപകമായി ആശുപത്രികളിൽ എത്തിച്ചതോ അല്ലെങ്കിൽ അവിടെ നിന്ന് മരുന്ന് കഴിച്ചവർക്കുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതായി പരാതികൾ ഉയരുമ്പോഴാണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ടും പുറത്തു വരുന്നത് എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ CAG റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്, ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി പരാതികൾ വരുമ്പോൾ മാത്രമാണ് ഗുണനിലവാര പരിശോധനകൾ നടക്കുന്നത്. ഇത്തരത്തിൽ ഗുണനിലവാരത്തിൽ പരിചയപ്പെട്ട മരുന്നുകൾക്ക് മാത്രമാണ് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നത്. 530 പരാതികളെ തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയ മരുന്നുകളാണ് പിന്നീട് വീണ്ടും സംസ്ഥാനത്ത് വിതരണം ചെയ്തതെന്നൊരു കണ്ടെത്തലുണ്ട്. ഈ വിതരണത്തിന് മുൻപ് തന്നെ കാലാവധിയും ഗുണനിലവാരവും ഉറപ്പുവരുത്താത്തത് അത് ആരോഗ്യ വകുപ്പിന്റെ ഗുരുതര വീഴ്ചയായി CAG കണക്കുകൂട്ടുന്നു. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കണ്ടെത്തൽ CAG മുന്നോട്ട് വെക്കുന്നു. മരുന്നുകൾ കാലഹരണപ്പെട്ടാൽ രാസഘടനയിൽ മാറ്റം വരുമെന്നത് ഒരു സാധാരണ സംഭവമാണ്. ഇത് ഉപയോഗിക്കുന്നത് രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കാലഹരണപ്പെട്ട മരുന്നുകളുടെ വിതരണം നടന്നതും അതിന്റെ ഉപഭോഗം സാധാരണക്കാരായ രോഗികൾ ആ മരുന്ന് ഉപയോഗിച്ചതും ഏറെ ഗൗരവമേറിയ വിഷയമാണെന്നും CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. KP. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.